നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 4 ടൈപ്പ് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോർമൽ ഹെറിൻ ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടി 2 ലൈൻസ് വരച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഈ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളതിൽ ചെറിയ വേരിയേഷൻസ് വരുത്തുമ്പോഴാണ് ബാക്കി സ്റ്റിച്ചുകളും നമ്മൾ ചെയ്യുന്നത്. ഹോൾ വീഡിയോ ഹെറിൻ ബോൺ സ്റ്റിച്ചിനെ കുറിച്ചാണ്. ഇതുപോലെ ലൈൻ വരയ്ക്കുക, ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് ത്രെഡ് വെച്ച് കൊടുക്കുക. ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒറ്റയടിക്ക് ഇതുപോലെ തുന്നിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് നൂലിറക്കിയതിന് ശേഷം ബാക്കിലേക്ക് കുത്തിയെടുത്താലും മതി. പിന്നെ ഇതേപോലെ നേരെ വെച്ചും ചെയ്യാം, പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 തരത്തിൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. അപ്പം ഇതിലും ഫസ്റ്റ് നമ്മൾ നോർമൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി 2 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സാധാരണ പോലെ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യാം, ഇതുപോലെ. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ചെയ്തു. ഇനി വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുത്തി ഹെറിൻ ബോൺ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെ സെൻറ്ററൈസ് ചെയ്തിട്ട് ഓൾറെഡി ചെയ്ത ഹെറിൻ ബോൺ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ 2 ലെയറായിട്ട് എന്ത് കിട്ടും? ഹെറിൻ ബോൺ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ച് കേട്ടോ. മൂന്നാമതായിട്ട് ചെയ്യുന്നത് ത്രെഡഡ് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. ഇപ്പോൾ ബേസ് ആസ് യൂഷ്വൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആദ്യം ഒരു ഹെറിൻ ബോൺ സ്റ്റിച്ച് ഒരു ലെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയർ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്തു. ഇനി വേറൊരു കളർ ത്രെഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ തൊട്ട് അടുത്ത സൈഡിൽ നിന്ന് എടുത്ത് ഉള്ളിലൂടെ കയറ്റുക. ഇതേപോലെ ആ ഒരു ലോക്ക് കവർ ചെയ്ത് വരുന്ന പോലെ ത്രെഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ക്രിസ് ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക.
അത്രയേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് കയറ്റി ഇറക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് മാത്രമേ നമ്മളിത് ലോക്ക് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ത്രെഡഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ഹെറിൻ ബോൺ സ്റ്റിച്ച്, ഇതിലത്തെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാഗ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് ബേസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു ത്രെഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ക്രോസിൻ്റെയും ഈ പോർഷനിൽ ഇതുപോലെ ഡബിൾ ലോക്ക് ഇട്ട് കൊടുക്കുക. ക്രിസ് ക്രോസ് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ക്രോസ് പോലെ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ടാഗ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 ഹെറിൻ ബോൺ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തത്. ഹെറിൻ ബോൺ സ്റ്റിച്ച്, ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ച്, ത്രെഡഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച് ആൻഡ് ടാഗ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.